മാവോയിസ്റ്റ് നേതാവ് രൂപേഷ് പിടിയിൽ. ഭാര്യ ഷൈന ഉൾപ്പെടെ 5 പേരെയും പോലീസ് പിടികൂടി. ഇവരെ കോയമ്പത്തൂരിൽ നിന്ന് ആണ് പിടികൂടിയത്. ചോദ്യം ചെയ്തു വരികയാണ്. കേരള ആന്ധ്ര പോലീസിന്റെ സംയുക്ത വിജയമാണ് രൂപേഷിന്റെ അറസ്റ്റെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പീപ്പിളിനോട് പറഞ്ഞു. വിവരങ്ങളുമായി ജീവൻ കുമാർ ചേരുന്നു. ജീവൻ, 5 മാവോവാദികളെ കോയമ്പത്തൂരിൽ നിന്ന് പിടികൂടിയെന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. ഈ 5 പേരിൽ ഷൈനയും ഉൾപ്പെടുന്നുണ്ട്. വ്യക്തമായ സൂചന പോലീസിന് ഇക്കാര്യത്തിൽ ലഭിച്ചിരുന്നു. എത്രത്തോളം ശ്രമകരമായിരുന്നു പോലീസിന്റെ ഈ ഉദ്യമം? രശ്മി, കോയമ്പത്തൂരിലെ അവിനാശി റോഡിലെ കരുമപ്പട്ടി എന്ന സ്ഥലത്ത് നിന്നാണ് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ഈ 5 അംഗ മാവോയിസ്റ്റ് സംഘത്തെ, പശ്ചിമ മേഖലാ ദളത്തിലെ ഏറ്റവും പ്രമുഖരായ 5 അംഗ മാവോയിസ്റ്റ് സംഘത്തെ ആന്ധ്ര തമിഴ്നാട് പോലീസുകളുടെ സംയുക്ത ഓപ്പറേഷനിൽ പിടികൂടിയത്. ആന്ധ്ര ATS വിഭാഗത്തിന്റെ ഇൻസ്പെക്ടർ ഹനുമന്ത റാവുവിന് ലഭിച്ച ഒരു രഹസ്യ വിവരത്തെ തുടർന്ന് തമിഴ്നാട് ക്യൂ ബ്രാഞ്ചും ATSഉം ആന്ധ്രയുടെ ATSഉം കൂടെ സംയുക്തമായി നടത്തിയ ഒരു ഓപ്പറേഷനിൽ വെച്ചാണ് ഇവർ പിടിയിലായത്. ദക്ഷിണ മേഖലാ ദളത്തിലെ പശ്ചിമ മേഖലാ ദളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സായുധ കമാൻഡർമാരിൽ ഒരാളാണ് രൂപേഷ് എന്നത് എല്ലാവർക്കും അറിയാം. ഇദ്ദേഹത്തിന്റെ പേരിൽ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും നിരവധി കേസുകൾ ഉള്ള ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തെ പോലീസ് പിടികൂടുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോയമ്പത്തൂരിലെ അവിനാശി റോഡിലെ കരുമപ്പട്ടി എന്ന സ്ഥലത്തെ ഒരു വീട്ടിൽ നിന്നാണ് പിടികൂടുന്നത്. ഇവർ കാര്യമായ ചെറുത്തുനിൽപ്പുകൾ നടത്തിയില്ല എന്നാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. വാർത്ത 9 മണിയോടുകൂടിയാണ് കേരള പോലീസിന് ഈ വിവരത്തെ സംബന്ധിച്ചൊരു സ്ഥിരീകരണം ഉണ്ടായത്. ഈ വാർത്ത സംസ്ഥാന പോലീസ് മേധാവി KS ബാലസുബ്രഹ്മണ്യവും ഒപ്പം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും പീപ്പിളിനോട് ഈ വാർത്ത സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ തന്നെ പോലീസിന്റെ ഒരു സ്പെഷ്യൽ ടീം കോയമ്പത്തൂരിലേക്ക് പോകാനുള്ള നിർദ്ദേശം പോലീസ് ഉന്നത അധികാരികൾ നൽകി കഴിഞ്ഞു. ഒരുപക്ഷെ കണ്ണൂരിൽ നിന്നുള്ള കണ്ണൂർ DIG അദ്ദേഹത്തിനാണ് ഇത്തരത്തിലുള്ള കേരളത്തിലെ നക്സൽ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള പ്രധാന ചുമതല. ദിനേന്ദ്ര കശ്യപ് ഒരുപക്ഷെ ഇപ്പോൾ കോയമ്പത്തൂരിലേക്ക് തിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ പാലക്കാട് SP-യോട് ഇത് സംബന്ധിച്ച് കോയമ്പത്തൂരിലേക്ക് പുറപ്പെടാനുള്ള നിർദ്ദേശങ്ങൾ പോലീസ് ഉന്നത വൃത്തങ്ങൾ നൽകി കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. വേറെ കാര്യമായ ചെറുത്തുനിൽപ്പുകളില്ലാതെ തന്നെ ഇത്തരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മാവോയിസ്റ്റ് നേതാവിനെ പിടികൂടാനായത് പോലീസിന്റെ നേട്ടമായി തന്നെ വ്യാഖ്യാനിക്കപ്പെടേണ്ടതായി വരും. കാരണം രാജ്യവ്യാപകമായി നടക്കുന്ന മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ വളരെ നിർണായകമായ പങ്കുള്ളവരാണ് ഇവരടങ്ങുന്ന 21 പേരാണ് പശ്ചിമതലത്തിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇപ്പോൾ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിലെ ഒരു പോലീസിന്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു നേട്ടമെന്നത് ഈശ്വരൻ അനൂപ് എന്ന വ്യക്തിയെ കൂടെ ഇതിൽ പിടിച്ചിട്ടുണ്ട്. ഇദ്ദേഹം പോലീസ് തലയ്ക്ക് വിലയിട്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാവോയിസ്റ്റ് നേതാവാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ സുന്ദരി അടക്കമുള്ള മറ്റ് മാവോയിസ്റ്റ് നേതാക്കൾ എവിടെയാണെന്ന് ഒരുപക്ഷെ ഇവരുമായുള്ള മറ്റ് ചോദ്യം ചെയ്യലുകളിലായിരിക്കും ഈ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവുക. എന്നാലും ഇപ്പോൾ തമിഴ്നാട് ക്യൂ ബ്രാഞ്ചിൻ്റെയും ഒപ്പം ആന്ധ്ര ATSൻ്റെയും ഒരു രഹസ്യ കേന്ദ്രത്തിലാണ് ഇവർ ഉള്ളത്. ആ രഹസ്യ കേന്ദ്രം എവിടെയാണെന്ന് ഇപ്പോഴും മാധ്യമങ്ങൾക്ക് വിവരം ലഭിച്ചിട്ടില്ല. കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘം ഒരുപക്ഷെ നാളെ നിന്നുള്ള പോലീസ് സംഘം ഇന്ന് രാത്രിയോടുകൂടി തമിഴ്നാട്ടിലെത്തുമെങ്കിലും ആന്ധ്രയിൽ നിന്നുള്ളയും തമിഴ്നാട്ടിൽ നിന്നുള്ള പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിൽ കഴിയുന്ന ഈ മാവോയിസ്റ്റുകളെ അവർക്ക് ചോദ്യം ചെയ്യാൻ കഴിയുമോ എന്ന ഒരു സ്ഥിരീകരണം ഇപ്പോഴും ലഭ്യമായിട്ടില്ല. ഇവർ എന്തായാലും നാളെ കേരളത്തിലേക്ക് എത്തിക്കില്ല എന്ന വിവരം ഇപ്പോൾ നമുക്ക് സംസ്ഥാന പോലീസിൽ നിന്നും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. രശ്മി, മാവോയിസ്റ്റ് നേതാവ് രൂപേഷിനെയും ഭാര്യ ഷൈനയും അടക്കം 5 മാവോവാദികളെ പോലീസ് കേരള പോലീസിന്റെ നിയുക്ത സംഘം കോയമ്പത്തൂരിൽ നിന്ന് പിടികൂടി. വാർത്തകൾ നൽകിയത് ജീവൻ കുമാറാണ്. ഇനി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രതികരണത്തിലേക്ക്. രൂപേഷിന്റെയും 5 പേരുടെ അറസ്റ്റ് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അവര് കേരള പോലീസിന്റെയും കേരള തണ്ടർബോൾട്ടിന്റെയും അതോടൊപ്പം തന്നെ ആന്റി മാവോയിസ്റ്റ് ഫോഴ്സിന്റെയും തമിഴ്നാട് ആന്ധ്ര പോലീസിന്റെയും സംയുക്തമായ ശ്രമഫലമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. LLM പരീക്ഷയ്ക്ക് കോപ്പിയടിച്ച തൃശൂർ റേഞ്ച് IG TJ ജോസ് ഇൻവിജിലേറ്ററിന്റെ പിടിയിൽ. കോപ്പിയടി പിടിച്ചതിനെ തുടർന്ന് IGയെ പരീക്ഷാ ഹാളിൽ നിന്ന് ഇൻവിജിലേറ്റർ ഇറക്കിവിട്ടു. അതേസമയം IGക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് DGP ബാലസുബ്രഹ്മണ്യം പറഞ്ഞു. കോപ്പിയടി കേസ് ഉത്തരമേഖല IG ശങ്കർ റെഡ്ഡി അന്വേഷിക്കും. MG സർവകലാശാലയുടെ ഓഫ് ക്യാമ്പസിന്റെ സപ്ലിമെന്ററി പരീക്ഷയിലാണ് IG TJ ജോസ് കോപ്പിയടിച്ചത്. പരീക്ഷാ കേന്ദ്രമായ കളമശ്ശേരി സെന്റ് ബോർഡ്സ് കോളേജിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ എന്ന വിഷയത്തിലാണ് പരീക്ഷ നടന്നത്. രാവിലെ 10 തുടങ്ങിയ പരീക്ഷ 1 മണിക്കൂറോളം പിന്നിട്ടപ്പോഴാണ് ഫോട്ടോസ്റ്റാറ്റ് പേപ്പറുകളുമായി IG പരീക്ഷ എഴുതുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. എന്നാൽ ഇത് IG ആണെന്ന് ആദ്യം ഇൻവിജിലേറ്റർക്കും മനസ്സിലായില്ല.
കോളേജ് മാനേജറും പരീക്ഷയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനും എത്തിയ ശേഷം IG ഇറക്കിവിടുകയായിരുന്നു. എന്നാൽ ഇതിനിടെ കോപ്പിയടിക്കായി കൊണ്ടുവന്ന പേപ്പറും ഹാൾ ടിക്കറ്റും IG കടത്തി. സംഭവത്തെക്കുറിച്ച് പ്രാഥമിക റിപ്പോർട്ട് കിട്ടിയെന്നും രജിസ്ട്രാർ റിപ്പോർട്ട് കൂടി കിട്ടിയാൽ IGയുടെ പരീക്ഷ സംബന്ധിച്ച നടപടി സ്വീകരിക്കുമെന്ന് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ അറിയിച്ചു. പ്രാഥമികമായിട്ട് പ്രൈമറി എൻക്വയറിക്ക് നമ്മൾ ഇവിടുന്ന് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള പ്രൈമറി എൻക്വയറിക്ക് പരീക്ഷാ വിഭാഗത്തിൽ നിന്നൊരു ഡെപ്യൂട്ടി രജിസ്ട്രാർ റാങ്കിലുള്ള ഒരാളെ ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തുന്നതാണ് പ്രാഥമികമായിട്ടുള്ള കാര്യം. അവിടെ നിന്ന് ഇവരിൽ നിന്ന് തെളിവെടുത്ത് ഈ പറയുന്ന റിപ്പോർട്ട് ചെയ്ത ഇൻവിജിലേറ്റർ അത് അപ്രൂവ് ചെയ്തിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് സൂപ്രണ്ടൻ്റ് ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം ഒരു പ്രൈമറി എൻക്വയറി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഉപരി അന്വേഷണത്തിനായിട്ട് യൂണിവേഴ്സിറ്റി മുമ്പോട്ട് പോവുകയാണ് സാധാരണ മാൽ പ്രാക്ടീസ് കേസുകളിൽ ചെയ്യുക. അതായിരിക്കും ഇവിടെയും നമ്മൾ ആവർത്തിക്കുക. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിപ്പോർട്ടിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത ആക്ഷനിലേക്ക് നമുക്ക് കടക്കാൻ പറ്റൂ. അല്ല, ഇന്ന് തന്നെ ഇതിൻ്റെ അകത്ത് റിപ്പോർട്ട് എടുക്കാൻ പറഞ്ഞിരിക്കുക. ഇത് ഇവിടെ ഫയലായി കഴിഞ്ഞു. ഇവിടെ നിന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നാളത്തെ പരീക്ഷ സംബന്ധിച്ച് ഉചിതമായ തീരുമാനം കൈക്കൊള്ളും. പോലീസ് സേനയ്ക്കാകെ നാണക്കേടുണ്ടാക്കിയ സംഭവത്തിൽ IGയുടെ നിർബന്ധിത അവധിയിൽ പ്രവേശിക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശിച്ചു. IG TJ ജോസിനെ സസ്പെൻഡ് ചെയ്യണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. നമ്മുടെ പോലീസ് IPS ഓഫീസറെയാണ് ഇന്ന് കോപ്പി അടിച്ചിട്ട് പിടിച്ചത്. LLB കഴിഞ്ഞിട്ട് ഉള്ള LLM പരീക്ഷ ഇരിക്കാൻ വേണ്ടി അദ്ദേഹം പോയി. ഒരു TJ ജോസ് എന്ന ഒരു IPS കാരനെയാണ് പിടിച്ചത്. അതാണ് കിട്ടിയ റിപ്പോർട്ട്. അയാൾ ധരിച്ചു SLC പരീക്ഷ ഇങ്ങനെയായില്ലേ, അതുകൊണ്ട് എനക്കും കോപ്പി അടിക്കാം. അയാൾ LLB പരീക്ഷ പാസ്സായത് എങ്ങനെയാണെന്ന് പരിശോധിക്കണം. അതും ഇങ്ങനെ കോപ്പി അടിച്ചിട്ടായിരുന്നു. പോലീസ് IG-മാർ തന്നെ കോപ്പി അടിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഈ രാജ്യത്ത് എന്ത് പരീക്ഷയാണ്? മാതൃക കാണിക്കേണ്ടുന്ന ഓഫീസർമാരാണ് ഇത്തരത്തിലുള്ള കൃത്രിമം കാണിക്കുന്നത്. ആ പോലീസ് IG-യെ ഉടനെ തന്നെ സർവീസ് സസ്പെൻഡ് ചെയ്യണം. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മധ്യമേഖല ADGP ശങ്കർ റെഡ്ഡിയോട് DGP ആവശ്യപ്പെട്ടിട്ടുണ്ട്. TJ ജോസിന് പകരം സുരേഷ് രാജ പുരോഹിതനായിരിക്കും മധ്യമേഖലയുടെ ചുമതല. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ, കൊച്ചി. ക്രൈസ്തവ സഭകൾക്ക് CPM-നെ കുറിച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ ചർച്ചയിലൂടെ പരിഹരിക്കുമെന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. സഭകളും പാർട്ടിയും തമ്മിൽ ആരോഗ്യകരമായ ബന്ധമാണുള്ളത്. മർത്തോമ സഭയുടെ പരമാധ്യക്ഷൻ ഫാദർ ജോസഫ് മർത്തോമ മെത്രാപ്പൊലീത്തയുമായി ദില്ലിയിൽ ചർച്ച നടത്തിയ ശേഷമാണ് സീതാറാം യെച്ചൂരിയുടെ ഈ പ്രതികരണം. Very good. I came to convey my best wishes and my respects to an elderly good neighbor. And you know, my party always believes in good neighborly relations. so we are very happy that they're here, and we've been neighbors for how many now? മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിയേക്കാൾ നല്ലതാണ് CPM-ന്റെ മഴക്കൊയ്ത്ത് പരിപാടിയെന്ന് ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മർത്തോമ വലിയ മെത്രാപ്പൊലീത്ത. കൊല്ലത്ത് മഴക്കൊയ്ത്ത് പദ്ധതിയുമായി ബന്ധപ്പെട്ട ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം. കേരളത്തിന് വേണ്ടി വലിയ സംഗതിയായിരുന്നു. ഞാനൊരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്കമാണോ നിങ്ങളുടെ മഴക്കൊയ്ത്താണോ കേരളത്തിൻ്റെ ആവശ്യം? അദ്ദേഹത്തിൻ്റെ ജനസമ്പർക്കത്തിന് ഞാൻ സന്തോഷമാണ്. എന്നാൽ ഇത് ഇന്ന് കേരളത്തിൻ്റെ വലിയ സംഗതി ഇതാണ്. ഇത് എല്ലാവരും സഹകരിച്ച് നമ്മുടെ സരിത മുതലായവരെല്ലാം എന്തെല്ലാം ചെയ്തു, അതിൻ്റെ ഒക്കെ പരിഹാരമാണ് ഇന്നിവിടെ നടക്കുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇത് നമുക്ക് ചെയ്യേണ്ടത് ഇത് രാജ്യത്തിൻ്റെ പ്രോജക്റ്റാണ്, പാർട്ടിയുടെ അല്ല. അത് സാറ് പറഞ്ഞു, എല്ലാവരും ഉണ്ട് കേട്ട്. നമുക്ക് വേണ്ടത് അതാണ്. നിങ്ങളോട് ഞാൻ പറയുന്നു, 98 വർഷത്തിലെ എൻ്റെ അനുഭവത്തിൽ ഏറ്റവും വലിയ സന്തോഷം ഇതാണ്. UDF സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി RSP. കൂടെ നിൽക്കുന്നവർക്ക് ലജ്ജ തോന്നുന്ന പ്രവർത്തനമാണ് സർക്കാരിൻ്റെതെന്ന് ജനറൽ സെക്രട്ടറി ചന്ദ്രചൂഡൻ പറഞ്ഞു. ചരിത്രത്തിൽ ഏറ്റവും വലിയ അഴിമതി കാട്ടുന്ന സർക്കാരാണ് UDF-ന്റേതെന്നും ചന്ദ്രചൂഡൻ ആരോപിച്ചു. വ്യത്യാസം കുറഞ്ഞു വരുന്ന കാലമാണ്. ഇത്രയേറെ അഴിമതി ആരോപണങ്ങൾ നേരിട്ടൊരു മന്ത്രിസഭ ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഉമ്മൻചാണ്ടി മന്ത്രിസഭ പോലെ ആരെങ്കിലും ഒരാൾ അഴിമതി ചെയ്തോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ എനിക്ക് തീർത്ത് പറയാൻ തെളിവുകളൊന്നുമില്ല. ഇല്ലെന്ന് പറയാനും ഇല്ല,
നടത്തിയെന്ന് പറയാനുമില്ല. പക്ഷേ ജനങ്ങളിലൊരു ഇമ്പ്രഷൻ, ഒരു വേണ്ടാത്തൊരു ഇമ്പ്രഷൻ ഉണ്ടായിട്ടുണ്ട്, ഒരു ധാരണയുണ്ടായിട്ടുണ്ട്. എവിടെയോ എന്തോ അഴിമതികളൊക്കെ നടക്കുന്നു. അല്ലെങ്കിലുണ്ടോ മന്ത്രിമാർക്കെതിരായിട്ട് മന്ത്രിസഭ തന്നെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ് കൊടുക്കുന്നു. വിജിലൻസ് ഡയറക്ടർ പറയുകയാണ് സ്വതന്ത്രമായ അന്വേഷണം നടത്താൻ പല തടസ്സങ്ങളുണ്ട്, സമ്മർദ്ദങ്ങളുണ്ട്, വലിയ പ്രയാസമാണ് എൻ്റെ ജോലിയെന്ന്. അതൊന്നും പാടുള്ളതല്ല. അവിടെയൊക്കെ ശുദ്ധീകരണം നടക്കണം. തെറ്റാരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ചെവിക്ക് പിടിച്ച് മര്യാദയ്ക്ക് നിർത്തണം. അതല്ലെങ്കിൽ രണ്ട് ചെവിക്കും തൂക്കി പുറത്ത് നിർത്തണം. അഴിമതി നാടിന്റെ ശാപമാണ്. മന്ത്രി കെ ബാബുവിനെതിരായ വിജിലൻസിന്റെ ത്വരിത അന്വേഷണം തുടങ്ങി. ഇതിന്റെ ഭാഗമായി എക്സൈസ് കമ്മീഷണർ അനിൽ സേവ്യറുടെ മൊഴിയെടുത്തു. അതിനിടെ മാണിക്കെതിരായ കോഴക്കേസിൽ ബാറുടമകൾ കോടതിയിൽ നേരിട്ട് ഹാജരായി നുണപരിശോധനയ്ക്ക് സമയം നീട്ടിച്ചോദിച്ചു. ബാർ ആൻഡ് ഹോട്ടൽ അസോസിയേഷൻ നേതാക്കളെ വിജിലൻസ് ചോദ്യം ചെയ്തു. അസോസിയേഷൻ നേതാക്കളായ രാജ്കുമാർ ഉണ്ണി, പോളക്കുളം കൃഷ്ണദാസ്, എം ടി ധനേഷ്, എലഗൻ ബിനോയ്, ഉണ്ണി, പോളക്കുളം കൃഷ്ണദാസിന്റെ ഡ്രൈവർ ശ്രീജിത്ത് എന്നിവരെയാണ് വിജിലൻസ് ചോദ്യം ചെയ്തത്. നേരത്തെ ഇവർ വിജിലൻസിന് നൽകിയ മൊഴിയിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് വിജിലൻസിന് ബോധ്യമായതിനാലാണിത്. SP സുകേഷിന്റെ നേതൃത്വത്തിൽ നടന്ന ചോദ്യം ചെയ്യൽ 3.5 മണിക്കൂറിലേറെ നീണ്ടുനിന്നു. വേണ്ടിവന്നാൽ ഇവരെ വീണ്ടും വിജിലൻസ് ചോദ്യം ചെയ്തേക്കും. വിജിലൻസിന് മേൽ സമ്മർദ്ദമുണ്ടെന്ന ഡയറക്ടറുടെ പ്രസ്താവന ഗൗരവമേറിയതെന്ന് VM സുധീരൻ. വിജിലൻസ് ഡയറക്ടർ ഉന്നയിച്ച പ്രശ്നങ്ങൾ ഗൗരവത്തോടെ കാണണം. കെ ബാബുവിനെതിരായ അന്വേഷണം ഗ്രൂപ്പ് വഴക്കുമായി ബന്ധപ്പെട്ടതാണെന്ന് കരുതുന്നില്ലെന്നും സുധീരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ മേധാവി അദ്ദേഹം പറഞ്ഞ അഭിപ്രായം വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ്. അദ്ദേഹം ഏതെങ്കിലും വ്യക്തികളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രശ്നത്തെയോ മുൻനിർത്തിയാണ് സംസാരിച്ചത് എന്ന് ഞാൻ കരുതുന്നില്ല. മറിച്ച് പൊതുവെ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന അനഭിലഷണീയമായ ചില പ്രശ്നങ്ങളും പ്രവണതകളുമാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനത്തിന് ബന്ധപ്പെട്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും LLM പരീക്ഷയിൽ കോപ്പിയടിച്ച IG TJ ജോസ് പോലീസ് സേനയ്ക്ക് തന്നെ അപമാനകരമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. TJ ജോസിനെ സസ്പെൻഡ് ചെയ്യണമെന്നും കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. പഞ്ചാബിലും ദില്ലിയിലും വീണ്ടും പീഡനങ്ങൾ. പഞ്ചാബിൽ ഓടുന്ന ബസ്സിനുള്ളിൽ വീണ്ടും പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തി. പാട്യാലയിലാണ് സംഭവം നടന്നത്. സംഭവത്തെ തുടർന്ന് ഡ്രൈവറും കണ്ടക്ടറും അറസ്റ്റിലായിട്ടുണ്ട്. ദില്ലിയിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച ശേഷം വഴിയോരത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കാട് വടക്കഞ്ചേരി കണ്ണമ്പ്രയിൽ CPM പ്രവർത്തകനെ RSSകാർ വെട്ടിക്കൊലപ്പെടുത്തി. കാരപ്പറ്റ സ്വദേശി വിജയനാണ് മരിച്ചത്. CPM കാരപ്പറ്റ ബ്രാഞ്ച് അംഗമായിരുന്നു 42-കാരനായ വിജയ്. ആം ആദ്മി പാർട്ടിയിലെ മുതിർന്ന അംഗവും കേജ്രിവാളിന്റെ വലം കൈയുമായ കുമാർ ബിശ്വാസിനെതിരെ പീഡന പരാതി. ആം ആദ്മി പ്രവർത്തകയാണ് പരാതി നൽകിയിരിക്കുന്നത്. ദേശീയ വനിതാ കമ്മീഷൻ കുമാർ ബിശ്വാസിന് നോട്ടീസ് നൽകി. അതേസമയം ആം ആദ്മി മഹാരാഷ്ട്ര ഘടകത്തിൽ പൊട്ടിത്തെറി. സംസ്ഥാനത്തെ പാർട്ടി സ്ഥാപക നേതാക്കളടക്കം 200 പേർ രാജിവെക്കുമെന്ന് ഭീഷണി മുഴക്കി. ന്യൂ ഇയർ ഗ്രൂപ്പും സമസ്ത ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കാരുണ്യ ദീപം പദ്ധതിയുടെ ഭാഗമായുള്ള സ്നേഹസംഗമം പരിപാടി കുന്നംകുളം അക്കിക്കാവ് മേരിമാതാ കോളേജിൽ നടന്നു. ഗവൺമെന്റ് ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ വിധവകൾക്ക് വസ്ത്രവിതരണവും സ്കൂൾ കുട്ടികൾക്ക് ധനസഹായ വിതരണവും നടത്തി. ന്യൂ ഇയർ ഗ്രൂപ്പ് MD പ്രസാദ്, സമസ്ത ജനറൽ കൺവീനർ MD രാജീവ്, സാമൂഹ്യക്ഷേമ വകുപ്പ് കോർഡിനേഷൻ മെമ്പർ കരീം പൊന്നത്തണം, കുന്നക്കുളം DYSP KK രവീന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയുടെ ഉദ്ഘാടനം ബുധനാഴ്ച നടക്കും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സാന്നിധ്യത്തിൽ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമാണ് ഉദ്ഘാടനം നിർവഹിക്കുക. ആശുപത്രി പ്രവർത്തനം തുടങ്ങി 9 മാസം പിന്നിടുമ്പോഴാണ് ഔപചാരിക ഉദ്ഘാടനം നടക്കുന്നത്. ചേരാനെല്ലൂരിൽ 40 ഏക്കർ സ്ഥലത്ത് 550 കോടി രൂപ മുതൽ മുടക്കി മെഡിക്കൽ ടൗൺഷിപ്പായി വിഭാവനം ചെയ്തിരിക്കുന്ന മെഡിസിറ്റി 670 കിടക്കകളും അത്യാധുനിക സൗകര്യങ്ങളോടും കൂടിയ ആശുപത്രിയാണെന്ന് ആസ്റ്റർ DM ഹെൽത്ത് കെയർ ചെയർമാൻ ഡോക്ടർ ആസാദ് മൂപ്പൻ പറഞ്ഞു. ജീവിത സാഹചര്യങ്ങളാൽ പിന്നോക്കം പോയവർക്കും മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കണമെന്നതാണ് ആസ്റ്റർ DM ഹെൽത്ത് കെയറിന്റെ കാഴ്ചപ്പാടെന്നും ചെയർമാൻ കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.